പുതിയ മൈക്ക് വാങ്ങിച്ചു ഗൈസ്. അപ്പൊ നമ്മളത് എന്തിനാ വന്നേക്കുന്നതെന്ന് എന്തുവാ സർപ്രൈസ്. അതെ, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഓ, എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാവച്ചി ഇവിടെ മൈക്ക് വാങ്ങിച്ചേക്കണത്. ഇത് മൈക്കാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും എന്താണ് സ്വാഗതം. ഓക്കെ, അപ്പം ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അങ്ങോട്ട് വിളിച്ചൊന്ന് സർപ്രൈസ് കൊടുക്കണമെന്നും. കുറച്ച് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ, അതെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂട്ടുകാരിയാണ് അല്ലേ. കുറച്ച് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ അവരുടെ നമ്പറൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്കൊന്ന് വിളിച്ച് നോക്കാം. ഫസ്റ്റ് അവർ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതാണ് എൻ്റെ ഒരു വിഷമം. അപ്പം നമുക്ക് ഒരു 2-3 പേര് ആദ്യം വിളിച്ച് നോക്കാം അല്ലേ. റെഡിയാണോ വാച്ചി? കൊറേ പേര് വിളിച്ച് നോക്കാം. പക്ഷെ നമുക്ക് കോണ്ടാക്ട് ഉള്ളവർക്കല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്പർ ഇല്ല. അതാണ് പ്രശ്നം. ഓക്കെ ഓക്കെ, സംസാരിക്കോ വിളിച്ചാലോ? ഉറപ്പാണോ? പക്ഷെ അത് നമുക്ക് വിളിക്കാം. നമ്മൾ ആദ്യം വിളിക്കാൻ പോണത് അമ്മു എന്ന് പറയുന്ന ഒരാളെയാണ്. പക്ഷെ അമ്മുവിനെ, അതെ വാവച്ചിയുടെ ഫ്രണ്ടാണ് അമ്മു. നമുക്ക് അമ്മുവിനെ വിളിച്ചു നോക്കാം. അമ്മു അടിമാലി ആണെന്നാണ് എനിക്കൊരു അറിവ്. കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അമ്മു എന്നാണ് പേര് നമുക്ക് അറിഞ്ഞുകൂടാ. കറക്റ്റ് നെയിമും എനിക്ക് അറിഞ്ഞുകൂടാ. ഐ മീൻ ഒറിജിനൽ നെയിം രോഹിണി എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നത്. നമുക്ക് വിളിച്ചു നോക്കാം. രോഹിണി അമ്മുവിനെ വിളിച്ചു നോക്കാം. ഓക്കെ, യെസ്, ഇതാണ് സർപ്രൈസ്. ഓക്കെ, നമുക്കത് വിളിച്ചു നോക്കാം. എടുത്താൽ മതിയായിരുന്നു. അമ്മുവിനെ വിളിക്കുന്നുണ്ട്, കണക്റ്റ് ആകുന്നുണ്ട്. പക്ഷെ എടുക്കുമെന്ന് അറിയത്തില്ലല്ലോ. എടുത്തില്ല. നമുക്കൊന്ന് കോൾ കണക്റ്റ് ആയില്ല. ഒന്നും കൂടെ നോക്കാം. അതെല്ലാരും വാവച്ചിട്ട് ഫ്രണ്ടാണല്ലേ. എടുക്കുവോ? വിളിക്കട്ടെ, എടുക്കട്ടെ. നമുക്ക് നമ്പർ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നെറ്റിൻ്റെ പ്രോബ്ലം കാണും. കോൾ കണക്റ്റ് ആകാനായിട്ടേ അമ്മൂന് കണക്റ്റ് ആകുന്നില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആണ് ഞാൻ വിളിച്ച് നോക്കാൻ ഓർത്തത്. കാരണം സൺഡേ എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരാളെ വിളിച്ച് നോക്കാം. നമ്മൾ സെക്കൻഡ് വിളിക്കാൻ പോണത് ദേവിക ജയരാജിനെയാണ്. കണക്റ്റ് ആകുമോന്നാണ് പറയാത്തത്. അത് വലിയൊരു കഷ്ടമാണ്. പക്ഷേ ഫ്രണ്ടാണല്ലേ. കണക്റ്റ് ആവുന്നില്ല. അപ്പൊ നമുക്ക് ഒരു സർപ്രൈസ് ആയിപ്പോയല്ലോ വാച്ചി. ഞാൻ ഓർത്ത് ആരെങ്കിലും ഫോൺ എടുക്കുന്ന ഓർത്തു. നമുക്ക് വേറെ ഒരാളെയും കൂടെ വിളിച്ച് നോക്കാം. ഒരാളെയും കൂടെ വിളിച്ച് നോക്കാം നമുക്ക്. ലാസ്റ്റ് നമുക്ക് ഒരു സർപ്രൈസ് ആവുമെന്ന് തോന്നുന്നത്. ആരും ഫോൺ എടുക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതൊരാള് ഫോൺ എടുത്തു. ഹലോ, മൃദുലാണോ? ഞാനേ നമ്മള് സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ ഫോൺ ചെയ്യുന്ന ഒരു പരിപാടി വന്നതാ. ഹലോ, അപ്പൊ ചുമ്മാ നമ്മള് അവർക്ക് ഉറങ്ങുവാണോ? അപ്പൊ ചുമ്മാ അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ നോക്കാം. വാവച്ചി ഹലോ പറഞ്ഞേ. എന്നെ എടുക്കുമായിരുന്നു. വാവച്ചി കഴിച്ചോന്ന്? ദോശ. ബിരിയാണി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് ലഞ്ച് നമ്മൾ ബിരിയാണി ഉണ്ടാക്കും. എന്താ കഴിച്ച അവിടെ?
രാവിലെ കഴിച്ച ചപ്പാത്തി. എവിടെയാണ് ഇപ്പോ? ഞാൻ നാട്ടിലുണ്ട്. നാട്ടിലുണ്ടല്ലേ? വാവച്ചിയുടെ ഫ്രണ്ടാണ്. ഓൾറെഡി രണ്ടുപേരെ വിളിച്ച് രണ്ടുപേരെ എടുത്തില്ല. അപ്പൊ ഞാൻ മൂന്നാമത് ചുമ്മാ വിളിച്ച് നോക്കിയത് എടുക്കോ ഇല്ലയോ എന്ന്. വാവച്ചിയുടെ ഫാനാണ്. പിന്നെ എന്നാണ് നാട്ടിലെ വിശേഷം? സോറി. എന്നാ എന്റെ നാളെ തിരിച്ചു പോന്നേ? തിരിച്ചു പോകുന്നത് ഞാൻ ഈ മാസം ലാസ്റ്റ് ടിക്കറ്റ് വരാൻ താമസിക്കണം. അതിപ്പോ റംസാൻ നോയമ്പല്ലോ. അപ്പൊ അതിനോട് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ അവര് പറഞ്ഞു കുറച്ച് ഡിലേ ആവുമെന്ന് പറഞ്ഞു. 25 ഇതെല്ലാം സ്റ്റാർട്ട് ആവത്തുള്ളൂ. ആണല്ലേ? പിന്നെ വേറെ എന്നാണ്ട്? വേറെ സുഖമായിട്ടിരിക്കുന്നു. വിഷയങ്ങൾ ഇവിടെ എന്താ സുഖമായിട്ടിരിക്കുന്നത്? ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കിയത് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാന്ന്. പക്ഷെ ഞാൻ രണ്ടുപേരെ വിളിച്ചിട്ട് എനിക്ക് സർപ്രൈസ് ആയിപ്പോയി. ആരും വിളിച്ചില്ല. ബിസി ആണെങ്കിൽ എന്താ വച്ചോ, ഞാൻ വേറെ കുറച്ച് ചേട്ടന് ബൈ ബൈ. താങ്ക് യു. ഫോൺ എടുത്തിന് നന്ദിണ്ടോ? ഓക്കെ ബൈ. അങ്ങനെ നമ്മള് ഒരാളെ കണക്ട് ചെയ്തു. മൃദുൽ സുന്ദർ എന്നാട്ടോ പേര്. അപ്പൊ ഇടയ്ക്ക് വാവച്ചിന്റെ ഫ്രണ്ടാണ്. നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നു. അപ്പൊ എനിക്ക് സന്തോഷമായിട്ടോ, ഒരാളെങ്കിലും ഫോൺ എടുത്തു അല്ലേ? ഓ വാവച്ചിന്റെ ഫാനാണ്. ഓ വാവച്ചിക്ക് ഭയങ്കര ഹാപ്പി ആണോ? എന്തിനാ ഹാപ്പി? ഫോൺ എടുത്തപ്പോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരാളെയും കൂടെ വിളിച്ച് നോക്കാം എടുക്കോ ഇല്ലയോ. ഞാൻ ചിലപ്പോൾ നീ എൻ്റെ ഫോണിൻ്റെ പ്രോബ്ലം ആണോ എന്ന്. അത് അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട് തിരിച്ച്. ഹായ് കണ്ടില്ല കോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കാം. ഇത് ഞാൻ വർക്ക് ആകൂല എന്ന് ഓർത്തത് കേട്ടോ. അതായത് ഹലോ അമ്മു ആണോ? ഞാനേ ചുമ്മാ വിളിച്ചു നോക്കിയതാ ഫോൺ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട്. ഹലോ, അത് ഞാൻ യൂട്യൂബില് ഒരു വീഡിയോ എടുക്കുമായിരുന്നു ഈ സബ്സ്ക്രൈബേഴ്സിന് കോള് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചുമ്മാ കുറച്ച് പേരെ പിന്നെ വിളിച്ചു നോക്കാന്ന് ഓർത്തു. അപ്പൊ അങ്ങനെ വിളിച്ചതാണ് അമ്മൂനെ. അമ്മൂന്നല്ലേ ശരി കോച്ചിന്റെ നെയിം? ആണല്ലേ? അടിമാലല്ലേ വീട്? അന്ന് അടിമാലെന്ന് പറയുന്ന എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അല്ല, ആ സൈഡിൽ ഇപ്പൊ വരാറില്ല അങ്ങോട്ടേക്ക്. ഇവക്ക് വണ്ടി കേറുമ്പോ തന്നെ ഇവക്ക് ഛർദി തുടങ്ങും. അതുകൊണ്ട് അങ്ങോട്ട് വരാറില്ല. എന്നാണ്ട് വിശേഷം? സുഖം? ഇന്ന് സൺഡേ ആണല്ലോ. ഓക്കെ ഇന്ന് സൺഡേ അല്ലേ? അപ്പൊ ഞാൻ ഓർത്തുനിന്ന് വിളിച്ചു നോക്കി ആരെങ്കിലും ഒക്കെ ഫ്രീ ആയിരിക്കുമല്ലോ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ? എനിക്കില്ല. ആണോ? ഓക്കെ. വാവച്ചി ഇവിടെ ഉണ്ട്. വാവച്ചിയുടെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ടിരിപ്പുണ്ട്. കേട്ടില്ലേ? ഹലോ ഹായ്, സുഖാണോ? ആണോ? നേഴ്സറിയിലൊക്കെ പോയിട്ട് എന്തുകൊണ്ട് വിശേഷം? എല്ലാം പഠിച്ചോ? പോയിട്ട് പഠിച്ചു. പഠിക്കൂല, കളിക്കൂന്ന്. കളിക്കാനാ പോണേ? അത് ശരി. അപ്പൊ ബുക്കൊക്കെയായിട്ട് വെറുതെ പോണല്ലേ ഷോ കാണിച്ചിട്ട്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിച്ചേ. ഓ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? ഞങ്ങൾ ചിലപ്പോ അടുത്ത മാസം വരുമായിരിക്കും, ഉറപ്പില്ല അങ്ങോട്ടേക്ക്. അപ്പൊ വരുമ്പോ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ. ഞാൻ കൊറേ വിളിച്ചിട്ട് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാനിത് വീഡിയോ യൂട്യൂബിൽ എടുക്കട്ടോ. ഓക്കെ ശരി. ഞാനിപ്പോ ഇനി അടുത്ത ഒരാളെ കൂടെ വിളിക്കാമെന്ന് ആലോചിക്കാം. എടുക്കുമെന്ന് അറിയത്തില്ല. ഓക്കെ ടാറ്റാ പറയാം. എന്തോ? ഇനി വിളിച്ചിട്ടില്ല. ഇനി
ബായിട്ടോടാ. നമുക്ക് രണ്ടാമത്തെ കോള് നമ്മൾ അറ്റൻഡ് ചെയ്തു. അമ്മൂനെ വിളിച്ചല്ലേ, അമ്മ ചേച്ചി. ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ എടുത്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരാളെ വിളിക്കണോ, 2 പേരെ വിളിക്കണോ, 3 പേരെ വിളിക്കണോ, പക്ഷെ ആരും എടുക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഓക്കെ അപ്പം നെക്സ്റ്റ് ദേവിക ജയരാജനെ വിളിച്ചിട്ടെടുത്തത്. അപ്പോൾ ബിസി ആയിരിക്കും അവർ. നമുക്ക് വേറൊരാളെ ഒന്നും കൂടെ വിളിച്ച് നോക്കാം. റീന ജോസ് ആണേ. അപ്പോൾ റീന ചേച്ചിനെ വിളിച്ചാൽ ചേച്ചിയാണോ ആരാ നമുക്കറിയാം. അതെ, വാവച്ചിയുടെ ഫ്രണ്ട്. എല്ലാവരും വാവച്ചിയുടെ ഫ്രണ്ടാണ് അല്ലേ? ഞാൻ ആദ്യം ഓർത്തിൻ്റെ എൻ്റെ ഫോൺ വർക്കാകുന്നില്ലെന്ന് ഓർത്ത് വിളിച്ചിട്ട് പോകത്താണോ എന്നൊക്കെ സംശയമായിരുന്നു. എടുക്കുന്നില്ല. നമുക്കത് കട്ട് ചെയ്യാം. വെരി ബിസി ആയിരിക്കും. രണ്ടുപേരെ കിട്ടിയുള്ളൂ. വാച്ചിരി പാട്ട് പാട്. ബോറടിക്കുന്നത് അവർക്ക്. വാച്ചിരി പാട്ട് പാട്. വാച്ചിരി മൈക്കാണത്. എന്ത് പാട്ടാണ്? ഒരു പുതിയ ഭാഷയൊക്കെയാണല്ലോ. ഏത് ഭാഷ? ഓക്കെ, നമുക്ക് അടുത്ത ആളെ വിളിച്ചു നോക്കിയാലോ. ഇനി നമുക്ക് വിനീഷ് ബാബുവിനെ വിളിച്ചു നോക്കാം. അപ്പം വിനീഷ് എടുക്കുമെന്ന് അറിയത്തില്ല. വിനീഷ് അന്ന് ദുബായിലാണെന്നാണ് പറഞ്ഞത്, ഒരു ഓർമ്മയുണ്ട്. നമുക്ക് കോൾ ചെയ്ത് നോക്കാം. അറിയത്തില്ല. ഇപ്പൊ ദുബായിലെ സമയം എത്രയാണാവോ? ഇവിടെ സമയം, അവിടെ സമയം 10:30 ആയി കാണും. പോകുന്നില്ല. റിങ് ഉണ്ട്, എടുക്കുന്നില്ല. എനിക്ക് ബിസി ആയിരിക്കും. എല്ലാവരും ബിസിയാണോടാ പൊന്നെ. എല്ലാവരും ബിസിയാ, നമ്മള് മാത്രം ബിസി അല്ല അല്ലേ? 2 പേരോട് വിളിച്ചാൽ മതി കേട്ടാ. എല്ലാവരും ബിസി ആയിരിക്കും. ഇനി നമുക്ക് ആരെങ്കിലും നമുക്ക് നമ്പർ തരുവാണെങ്കിൽ അങ്ങോട്ട് വിളിക്കാം. ഇപ്പം പ്രിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയാനെ വിളിക്കാൻ പോകുന്നേ. പ്രിയ എന്നാണ് പേര് ഇതിൽ കിടക്കുന്നത്. നമുക്ക് പ്രിയ എന്ന് വിളിച്ചാൽ പ്രിയ ഇടയ്ക്ക് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം പ്രിയ എടുത്തില്ലെങ്കിൽ നമുക്ക് വേറൊരാളെ വിളിച്ചിട്ട് നമുക്ക് നിർത്താം പരിപാടി. നമുക്ക് 2 പേരും നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ സർപ്രൈസ് ആയിപ്പോയി. വിളിക്കുന്നില്ല അവർ. കോൾ എൻഡ് ആയിപ്പോയി. എന്ത് ചെയ്യും ആവശ്യ? നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒരാളെ വിളിക്കാം. ഹരിപ്രിയനെ വിളിക്കാം. ഹരിപ്രിയ ആണ് വാവച്ചിയുടെ ഫ്രണ്ടാണ്. എല്ലാവരും വാവച്ചിയുടെ ഫ്രണ്ടാണല്ലേ? ഓക്കെ, വാവച്ചിയുടെ ഫോണിലാണ് വിളിക്കുന്നത്. ചിലപ്പം വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കോള് കാണുമ്പോഴത്തേക്കും തിരിച്ചിങ്ങോട്ട് വിളിക്കുകയായിരിക്കും. അതാണ് നടക്കാൻ പോകുന്നത് ഇനി അല്ലേ? കുഴപ്പമില്ല. നാനി ഒരാളെ കൂടെ വിളിച്ച് നോക്കാന്ന് പറഞ്ഞില്ലേ? റിയാനെ വിളിക്കുന്നത്. റിയ. അപ്പം നമ്മൾ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് എടുത്തിട്ടില്ല. ആകെ 2 പേര് നമ്മുടെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ.
അപ്പൊ അങ്ങനെ നമുക്ക് ലാസ്റ്റ് കോളാണ് കേട്ടോ റിയനെ വിളിച്ചു നോക്കുന്നത്. വേറെ നമുക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ കമന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ഇൻസ്റ്റാഗ്രാം എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ കണക്ട് ചെയ്യാത്തത്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുവാണെങ്കിൽ നമുക്ക് വേറെ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ വിളിക്കാം കേട്ടോ. അവരുടെ നമ്പർ അറിയത്തില്ല, പിന്നെ ഇൻസ്റ്റാഗ്രാമും എനിക്ക് അറിയത്തില്ല, അതാണ് പ്രശ്നം. നോ എടുത്തില്ല. ഇറ്റ്സ് ഓക്കെ. ഇത് ലാസ്റ്റ് കോൾ ആയിരിക്കും, അറ്റൻഡ് ചെയ്താലും ചെയ്തില്ലല്ലോ. അപ്പം നമുക്ക് വിളിക്കാം. ഓക്കെ. പിന്നെ വേറെ രണ്ട് വിശേഷം ആച്ചി? ഒരു വിശേഷമില്ലേ? ഓക്കെ. നമുക്ക് ഈ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ ജോയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഫോണിങ് പരിപാടി നമുക്ക് നിർത്താം. അപ്പോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാവരും ബിസിയാണ് വാവച്ചി. ഞാനും വാവച്ചി മാത്രം ഇപ്പം ബിസി അല്ല അല്ലേ? അപ്പോൾ ഇത് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അല്ലേ ഇനി? അല്ലേ? മിക്കവാറും ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വിളിക്കും. നമ്മൾ കുറേ പേരെ വിളിച്ചല്ലോ, അപ്പോൾ ഇങ്ങോട്ട് വിളിക്കുമായിരിക്കും എന്തായാലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫോൺ അറ്റൻഡ് ചെയ്ത നമ്മൾ രണ്ടുപേർക്കും നമുക്ക് നമ്മുടെ നന്ദി അറിയിക്കുന്നു. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ ആവച്ചി? വൈൻഡപ്പ് ചെയ്യാം. ആവച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആവച്ചിയുടെ ഫ്രണ്ട്സിനോട് ഒന്നും പറയാനില്ലേ? ആ, എൻ്റെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആ, വാച്ചിയുടെ ഫ്രണ്ട്സിന് എന്താണ് കമന്റ് ചെയ്യാനോ? അതെ, നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് നമ്മൾ വരുന്നവരെല്ലാവർക്കും ബൈ.